സ്വാമി ഒരു കാര്യം ചെയ്യും, പോയി ഒരു ഭക്തി ലൈനിലൊന്ന് മുട്ടി നോക്ക്, എന്നിട്ട് എന്നെ വിളിക്കും. എനിക്ക് ഞാൻ തന്നെ പോവാം, നീ കൂടെ വരുമോ ഒന്ന്? ഷർട്ട് ചെയ്ത് മതി. മതിയടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മീറ്റ് മൈ ഫ്രണ്ട് തോമസ് ജോൺ. ഹലോ. ഹലോ. അച്ഛനെവിടെ? അമ്പലത്തിൽ പോയി. ദാ ഇരുന്നോളൂ. അവൻ പയ്യനല്ലേ, ഇത്തിരി നിന്നും നേരിച്ച കുഴപ്പമൊന്നുമില്ല. അനിയത്തി, ഒരു ചെറുവിടെ എടുത്തോളൂ. മോളൊരു ഭക്തിയില്ലേ? പിന്നെന്താ അമ്പലത്തിൽ പോകത്തെ? അത്രയ്ക്ക് ഭക്തിയൊന്നുമില്ല. പഠിക്കുക? എത്രയല്ലേ? ഫസ്റ്റ് BA ലിറ്ററേച്ചർ. ഞാനും ഫസ്റ്റ് BA പൊളിറ്റിക്സ്. കുട്ടിയോ? PDC സെക്കൻഡ് ഇയർ. കുട്ടിയുടെ പേരെന്താ? അനിയത്തി. അനിയത്തിയുടെ ചേച്ചിയുടെ പേരോ? മോളു അല്ലെങ്കിൽ മാളു. ദേ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഡോണ്ട് ട്രൈ ടു പ്ലേ സ്മാർട്ട്. ആ പിന്നെ ഞാൻ ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയി. കുട്ടിയുടെ ഫാദർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കായിരുന്നു. എങ്ങനെ അറിഞ്ഞു? ഡാഡിയോട് പറഞ്ഞില്ലേ? ഞാൻ കേട്ടു. എത്രാമത്തെ അറ്റാക്ക് ആയിരുന്നു? ഫസ്റ്റ്. ഓ, എനിക്കും ഈയിടെ എപ്പോഴും ഡാഡിയെ കുറിച്ച് പേടിയാ. അല്ല, ഒന്ന് പറഞ്ഞോട്ടെ, ഈ ചത്തുപോയതും ചാകാൻ പോകുന്നതുമായ അച്ഛന്മാരെ കുറിച്ച് സംസാരിച്ച നേരം കളയുന്ന ഭേദം നമുക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കുന്നതാവില്ലേ? What do you mean? അല്ല, ഞാൻ വേണ്ട, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മളെ പറ്റി. എനിക്ക് നിങ്ങളെ പറ്റി ഒന്നും അറിയണ്ടെങ്കിലോ? ഇതൊന്നും കാര്യമില്ലെന്നേ. ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ തുടക്കം ഇടുന്നത്. ഇവനാ സംഗതി ആ കുഴപ്പത്തിലാക്കിയത്. ചെന്ന് കയറുന്നതിന് റൊമാൻസ്. പിന്നെ അവളുടെ അച്ഛൻ ചാവാൻ പോണെന്ന് പറഞ്ഞാൽ അവളോട് ഇരിക്കുവോ? അല്ലെങ്കിൽ നിനക്ക് പെമ്പിള്ളേരെ വിളക്കാൻ അറിയില്ലടാ തോമ. അത് നമുക്ക് രണ്ടാക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിടിയില്ലാത്ത കാര്യത്തിന് പോയിട്ട് എന്തിനാ വെറുതെ ചീപ്പാവുന്നത്? നിങ്ങൾ നോക്കിക്കോ, നമ്മളൊക്കെ ഇങ്ങനെ പഞ്ചാരയും കൊണ്ട് നിൽക്കും. തോമ കാര്യം പറ്റിക്കും. അതാ ഉണ്ടാവാൻ പോണേ. അവള് വീണ്ടും പുറത്തന്നെ ഇരിക്കുവാണല്ലോടാ. തോമസ് ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് പോ, എന്നിട്ട് കാല് പിടിച്ചൊരു മാപ്പാ പറ. മോശാവോ? ഏയ്, നീ ചെല്ലടാ അങ്ങോട്ട്. ഇറങ്ങടാ അങ്ങോട്ട്. വാടാ. I am sorry. So sorry. It's all right. മോള് എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ പറയായിരുന്നു എനിക്ക് പെമ്പിള്ളേരെ വളയ്ക്കാൻ അറിയില്ലെന്ന്. ഐ മീൻ, അവരോട് സംസാരിക്കാൻ അറിയില്ലെന്ന്. ശരിയാണ്. അതുകൊണ്ടാ മോളോട് സംസാരിക്കുമ്പം എനിക്ക് കുഴപ്പം പറ്റിയത്. എനിക്കറിയില്ല. എന്താ അറിയാത്തത്? എന്തോ പണ്ടേ എനിക്കങ്ങനെയാ. ആ കുട്ടികളോട് സംസാരിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? അതുകൊണ്ടല്ലേ നല്ല ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് നടന്ന് ഇങ്ങനെ കേടാക്കാൻ പറ്റണത്. അല്ല, ഞാൻ ആ ഗ്രൂപ്പിന്റെ ലീഡർ എങ്ങനെ മനസ്സിലായി? നമ്മുടെ നാട്ടിൽ നേതാവിനെ തിരിച്ചറിയാൻ എന്താ വിഷമം? കൂട്ടത്തിൽ വെച്ച് വിട്ടി അവിടുത്തെ നേതാവ്. തോമസ് ആ ഗ്രൂപ്പിന്റെ ലീഡറാ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? ഇതൊക്കെ ഈ പെണ്ണുങ്ങളുടെ ഓരോ അടവുകളല്ലേ? ഒരു കൊത്ത് കിട്ടിയ ബാക്കി അവൻ പിടിച്ചെടുത്തോളും, അത് ഉറപ്പാ. എന്താ അവള് പറഞ്ഞേ? പണ്ട് കാവൽ ഗുളികനാടോ.
മറ്റന്നാളല്ലേ ക്രിസ്മസ്? അതെ. ഇത്തവണ ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, മനസ്സിലായോ? അത് നീമാര് കളർഫുള്ള സാധനം പോരാ, നല്ല ഒറിജിനൽ തന്നെ വാങ്ങിച്ചു തന്നേക്കണം കേട്ടോ. അടിക്കടോ. അയ്യോ, എന്നെ നിർബന്ധിക്കരുത്. മാനേജറോ മറ്റോ അറിഞ്ഞാൽ എന്റെ പണി പോയത് തന്നെ. എവിടെ അങ്ങനെ പഠിച്ച് പൂക്കുറ്റിയായിട്ടിരിക്കുന്നുണ്ടാവും. അടിക്ക്. അയ്യോ വേണ്ട മാഷെ. താനിത കൂടെ പിടി. വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ തനിക്ക് ഇത് അടിക്കുകയും ചെയ്യാം. അടിക്കടോ. മഞ്ഞും മഴയ്ക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുളിരും മകരരാവിൽ. മഞ്ഞും മഴയ്ക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുളിരും മകരരാവിൽ. മനസ്സിൽ വശീമന്ത്രമുതുക്കി മണവര തേടി കാർവണ്ട്. മനസ്സിൽ വശീമന്ത്രമുതുക്കി മണവര തേടി കാർവണ്ട്. മഞ്ഞും മഴയ്ക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുളിരും മകരരാവിൽ. പട്ടുതളങ്ങളിൽ പോരാത്ത മധുരിമയൊളിഞ്ഞു. തൊട്ടാൽ തിണർക്കും പട്ടുതളങ്ങളിൽ പോരാത്ത മധുരിമയൊളിഞ്ഞു. പൊന്നിളവെയിലിൻ മുത്തങ്ങൾ തേനറ തുറക്കാതിരുന്നെങ്കിൽ. മഞ്ഞും മഴയ്ക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുളിരും മകരരാവിൽ. യാത്രയ്ക്കൊരുങ്ങി യാമം പിരിയാൻ മടിയായി ഹരമാലയമായി. യാത്രയ്ക്കൊരുങ്ങി യാമം പിരിയാൻ മടിയായി ഹരമാലയമായി. നിറമിട്ട ഹർഷമുഹൂർത്തങ്ങൾ വാടി വീഴാതിരുന്നെങ്കിൽ. മഞ്ഞും മഴയ്ക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുളിരും മകരരാവിൽ. മനസ്സിൽ വശീമന്ത്രമുതുക്കി മണവര തേടി കാർവണ്ട്. മഞ്ഞും മഴയ്ക്കും മല്ലികയ്ക്കുള്ളിൽ നനവിൽ കുളിരും മകരരാവിൽ. ആഹാ ആഹാ നന്നായിരുന്നു.
ഞാനായിരുന്നു. ഈസ് ഇറ്റ് റിയലി നൈസ്. കോളേജിൽ നിന്നും പാട്ടിന് പ്രൈസ് എനിക്ക് വേറെ ഒന്നിനില്ല കേട്ടോ. എന്തിനാ വേറെ? പാടാൻ കഴിയുന്ന തന്നെ വലിയ ഭാഗ്യല്ലേ. രവി എങ്ങനെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ ചെമ്പേന്ന് കേട്ടിട്ടുണ്ടോ? ചെമ്പേ ആ, മൂപ്പറ്റൊരു ശിഷ്ണ എന്നെ പഠിപ്പിക്കുന്നത്. എന്ത് ഭാഗ്യല്ലേ. പോരാ, വേറെ ഗുരുവിനെ ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങേർക്കറിയണത് ഏതാണ്ട് മുഴുവനും പഠിപ്പിച്ചു കഴിഞ്ഞു. ലീഡർ നിന്നെ സ്വാമി കിടക്കാൻ തിരക്കാണ്. അതിപ്പോ ഞാനിങ്ങനെ അറിയും. നീ അവിടെ ചെല്ല്. ഹലോ. ഇതിന്റെ കളർ നോക്കി. ഹായ്, എന്ത് രസാ അല്ലേ. ഇപ്പൊ കൂട്ടായിട്ട് വേറെ നിൽക്കുന്നുണ്ട്. ഞാൻ വേണേ കാണിച്ചു തരാം. വരൂ. ഞങ്ങൾ പൂ പറിക്കാൻ ഇറങ്ങിയതല്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്താ നിങ്ങൾ പറഞ്ഞിരുന്നേ? എന്തായിരുന്നു? ആ, മ്യൂസിക്. അതെ, മ്യൂസിക്കിനെ പറ്റി പറയായിരുന്നു. മോള് പാടൂ? ഏയ്, കേൾക്കാൻ ഇഷ്ട? ഇന്നലെ ഞാൻ പാടിയത് എങ്ങനെ കേട്ടിരുന്നു? ഇനിയിപ്പൊ ആരാ പാടിയതെന്നറിയാൻ നറുക്കിടേണ്ടി വരുമല്ലോ ഇക്കണക്കിന്. എന്റെ പൊന്നു പെങ്ങളെ, ഇനിയിപ്പോ നേരം പറയാം. പാടിയും വേറെ, ഞാനും അല്ല ഇവനും അല്ല. അതാ പോലീസുകാരന്റെ മകനായിരുന്നു. അലൂഷ് സാർ അസലായിരുന്നു, റിയലി ബ്യൂട്ടിഫുൾ. പക്ഷെ അവനെ കൊണ്ട് അതിനെ കൊള്ളൂ, വേറെ ഒന്നിനും കൊള്ളൂല. അതിനെങ്കിലും കൊള്ളാലോ. കുട്ടി എന്തിനാ പാടിയെന്ന് കള്ളം പറഞ്ഞത്? പാടിയെന്ന് വെച്ച് എനിക്കിപ്പോ കുട്ടിയോടുള്ള ഇഷ്ടം കൂടാൻ പോകുന്നില്ല. പാടിയില്ലാന്ന് വെച്ച് ഉള്ള ഇഷ്ടം കുറയാനും പോണില്ല. ഈ വഴിക്ക് പോയാലാണ്. ഞാൻ പറഞ്ഞില്ലേ ആ പൂക്കൾ ഇവിടെ നിൽപ്പുണ്ടെന്ന്. ഏയ്, ഞാനില്ല. വൈകിയാൽ അമ്മ അവിടെ കിടന്ന് അന്വേഷിക്കും. ഇനി പറയോ? ഇല്ല. നമ്മൾ ഇതിനാണ് ഇവിടെ വന്നത്. പ്ലീസ് വരാനല്ലേ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് ചുമ്മാ ഇരിക്കില്ലേ? പ്ലീസ് വരൂ, പ്ലീസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നിപ്പോ അവനെ വണ്ടി കയറ്റിയിരിക്കണം. കളയടാ. അങ്ങനെയല്ല, ഇവരോട് ഞാനില്ല. എന്താ ഇതൊരു നിസ്സാര സംഗതിക്ക്? നിസ്സാരമൊന്നുമല്ല. അവനെന്താ മിടുക്കനാ നോക്കണേ? എന്ത് മിടുക്കനായി? അവനെന്താ ഒറ്റ കൊത്താൻ നോക്കണേ? ആദ്യം അവൻ കൊത്തട്ടാ. വഴിയെ നമുക്കൊക്കെ ആകാലോ. ആദ്യം ഒരാൾക്ക് ചോറുണ്ടോന്ന് അറിയട്ടെ, പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. നീ എന്ത് പറഞ്ഞാലും ഒറ്റക്കുരുണ്ടല്ലേ ഞാൻ സമ്മതിക്കില്ല. അത് ശരിയല്ല. ഉണ്ണുന്നൊരു വേറെയാ. ഇതെന്താണ് അമീബ വരുന്നവരെയാണ്? 2 ഇനി 4 നമ്മളത് കണ്ടോണ്ടിരിക്കുകയും ചെയ്യും. അവൻ ബിസിനസ് ആന്നേ. നിനക്കെങ്ങനെ അറിയാം? കണ്ടാലറിഞ്ഞൂടെ? ചോദിക്കണം. നീ വേണ്ടാത്തതിനൊന്നും പോണ്ട. വേണ്ടാത്തൊന്നുമില്ല, ചോദിച്ച സംഗതി റെഡിയാണ്. എന്നാ പോയി ചോദിക്കടാ. ചോദിക്കട്ടെ? ആ, എനിക്ക് വേണ്ടിട്ടല്ല. ഓ, നിനക്ക് പറ്റാനുണ്ടല്ലോ അല്ലേ? വർത്താനം പറഞ്ഞു നിൽക്കുക. ധൈര്യം ഉണ്ടേ പോയി ചോദിച്ചിട്ട് വാടാ. ഞാൻ കൊല്ലും കേട്ടോ. നിനക്ക് എന്താ അറിയണ്ടേ? പിമ്പിന്റെ തന്തേടാ കേട്ടാ. മര്യാദ കാണിച്ചാണ്ടല്ലേ മുട്ടേന്ന് വിരിഞ്ഞില്ലോടാ. അതിനുവേണ്ടി നിനക്ക് വിവരം അറിയണം അല്ലേ? നിന്നെ ഞാൻ കൊല്ലും. ഈ ചെറുക്കൻ മുറിക്കാത്തവരെ നിന്ന് മര്യാദയോട് ചോദിക്കുക. മര്യാദ കാണിക്കുന്നവരോട് മര്യാദയോട് ചോദിക്കും. എന്ത് 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 കാണിച്ചു? ഇവിടെ നല്ല നല്ല ഫാമിലീസ് ഒന്നും താമസിക്കുന്ന സ്ഥലം അറിയോ? ഇവിടെ പരിപാടി വെച്ച് നടത്താൻ പറ്റില്ല. വന്നപ്പോ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ സമാധാനിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കണേ. ഇവിടെ നടക്കണ അംഗങ്ങളൊന്നും അവിടെ നിന്ന് അറിയില്ല. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ല. മനസ്സിലായി ക്ഷോഭിക്കാതിരിക്കണം. അതാരാ? അതെന്റെ വൈഫാ. അപ്പൊ മറ്റതോ? അത് അവളുടെ കസിൻ.
വരുമ്പോ നിങ്ങളുടെ ഭാര്യ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ. ഓക്കെ. ശരി. മാധവ, ഇപ്പൊ ഇതിരിക്കട്ടെ, പിന്നെ കാണാം. ഓ, പിള്ളേരെ അലമ്പുണ്ടാക്കിയെങ്കിലും അശ്രീകരങ്ങളെ പറഞ്ഞു വിട്ടത് നന്നായി. അശ്രീകരങ്ങളാണെങ്കിലും മാധവൻ അവരുടെ ടിപ്പ് വാങ്ങാല്ലേ? ഒരു കുടുംബം കഴിയണ്ടേ കുട്ടി? അച്ഛൻ എവിടെ പോയി? ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നു. വിശേഷമൊന്നുമില്ലല്ലോ. എന്തിനാ? ചെക്കപ്പിനാ? ആള് കണ്ടമാതിരിയല്ലല്ലോ. എന്തേ? ഓ, എന്തൊരു സദാചാരബോധം. പിന്നല്ലാതെ എത്രയാന്നിച്ചിട്ടാ ക്ഷമിക്കുക? അറിയുന്നുണ്ട്. നേര് പറയൂ, ആ തോമസ് മൂപ്പിച്ചിട്ടിട്ടല്ലേ കുട്ടി വേണ്ടാത്ത പണിക്ക് പോയത് അല്ലേ? മറ്റുള്ളവരുടെ കണ്ണിൽ കുട്ടിയെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നത്. അതിനിയും മനസ്സിലായിട്ടില്ലേ? ഓ, ഇനിയിപ്പൊ അവനെ അങ്ങ് കയറഴിച്ച് വിട്ടുകൊടുക്കാവൻ ബുദ്ധി. എന്നിട്ട് നമ്മൾ കയറിന്റെ തുമ്പം പിടിച്ചിരിക്കേ. ഏയ്, ആദ്യം അവൻ പോട്ടറാ. വല്ലതും നടക്കുമെന്ന് നോക്കാം. നടന്നാൽ വഴിയെ നമുക്ക് ഓരോരുത്തർക്ക് ആകാലോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ. ആരായാള്? ആർമി ലഫ്റ്റനന്റാ. ഇക്കൊല്ലം ചേർന്നിട്ടേ ഉള്ളൂ. എന്റെ മുറച്ചെറുക്കനാ. ഡീപ് ലവ്? ഏയ്, വെറുമൊരു റൊമാൻസ്. വിവാഹം കഴിക്കോ? എന്തോ, എങ്ങനെ അറിയാം? കഴിച്ചില്ലെങ്കിൽ വിഷം കഴിക്കാൻ പറ്റും ചെയ്യോ? വിഷമം ഉണ്ടാവോ? ഹേയ്, എങ്കി പിന്നെ വേറെ ആരെങ്കിലും മാരേജ് ചെയ്തൂടെ? വേറെ ആര്? അത്രക്കിഷ്ട? എനിക്ക് മോളുവിനോട് എനിക്ക് എങ്ങനെ പറയണ്ടെന്നറിയില്ല. ഐ ലവ് യു മോളു. ആള് മോശമല്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ ഇരിക്കാം. അയ്യോ, അല്ലെങ്കിൽ അങ്ങോട്ട് നടക്കാം. കൃത്യം 1/2 മണിക്കൂറും 5 മിനിറ്റും. ഇവൻ പണി പറ്റിച്ച മട്ടാ തോന്നണത്. എവിടെ? ഇവനെ കൊണ്ടൊന്നും ആവില്ലടാ. വെറുതെ മണത്ത് നേരം കളയാനല്ലാതെ. എങ്ങനെ? എന്തായി? ഒന്നുമില്ല. പിന്നെ എന്താ ഇത്ര നേരം? അവൾക്ക് വേറെ പ്രേമുണ്ട് അത്രേ. ഇവിടെ ആർക്ക് വേണോടാ അവിടെ പ്രേമം? നമ്മൾ നാളെ മറ്റന്നാളെ പോകാൻ നിൽക്കണവരാന്നുള്ളവരെ അവളോട് ഇന്ന് പറ. മനസ്സിലായോ? നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇവൻ കള്ളം പറയാടാ. അവൾ വിളഞ്ഞു വിത്തല്ലേ, കണ്ടാലറിയില്ലേ? അവൾ ഇതുപോലെ എത്ര ഇടത്തിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാവുന്നു അതിന്റെ വിചാരം? ഏയ്, ആ കുട്ടി നല്ല കുട്ടിയാ. പ്രേമോ? പിന്നെ കയ്യിൽ രൂപേനെ എത്ര ഉണ്ട്? ഒരു 100 രൂപയ്ക്ക് അടുത്തുണ്ടാവും. എന്താ നിന്റെ പരിപാടി? വല്ലവരുടെയും ചെലവിൽ ഇതുവരെ സൂചിച്ചു കഴിയാവുന്ന ആ മാനേജർ വന്നിരുന്നു. കാശ് ചോദിച്ചിട്ട് ഉള്ളത് കൊടുത്ത് തടി കഴിച്ചിലാക്കാം. നമുക്ക് ഒരു ചാൻസ് കൂടെ ഇവന് കൊടുക്കാം. അതെ. എപ്പോ? നാളെ. നീ വിളിച്ചാ ഇനി അവള് കൂടെ വരുന്ന ഉറപ്പുണ്ടോ? എങ്കിൽ നാളെ രാവിലെ നിനക്ക് ഒരു ചാൻസ് കൂടെ തരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പ് സ്ഥലം വിടുന്നു. നാളെ പോവാ? അല്ല, ഇവിടെ കുടിലിട്ട് താമസിക്കാൻ പോവാ.